UDFന്റെ യാത്ര സമാപിക്കുമ്പോൾ വന്യജീവി പ്രശ്നത്തിന് കൃത്യമായ ഒരു ബദൽ തയ്യാറാക്കുമെന്നും ഇത് സർക്കാരിന് നൽകുമെന്നും വി ഡി സതീശൻ. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് എന്നാണ് വനം മന്ത്രി ചോദിക്കുന്നത്. ഫെൻസിംഗിന് ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം. ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത്, ആദ്യം ഞങ്ങളാ പറഞ്ഞത് ഭേദഗതി വരുത്തണം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഇവിടെയും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയുള്ള നാടാണ് കേരളം. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? ഇതല്ല പ്രശ്നം. പ്രശ്നത്തെ ഗൗരവത്തോടുകൂടി ഗവൺമെന്റ് കാണുന്നില്ല. പിന്നെ ഈ ഭൂമി പ്രശ്നവും കാർഷിക പ്രശ്നവും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDFന്റെ മലയോര സമര പ്രചാരണ യാത്ര വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ കരുവഞ്ചാലിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് UDF സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുന്ന ഒരു യാത്ര കണ്ണൂർ ജില്ലയിൽ നിന്ന് തുടങ്ങുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത്. കാർഷിക മേഖലയും വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിൽ കൃഷിയാണ് പ്രധാന വരുമാന മാർഗം. എന്നാൽ കുറച്ചു വർഷമായി കാർഷിക മേഖലയിലെ മുരടിപ്പ് കൊണ്ട് കർഷക ജീവിതം വളരെ പ്രതിസന്ധിയിലാണ്. അതിനു പുറമെയാണ് വന്യമൃഗശല്യവും കാലാവസ്ഥാ വ്യതിയാനവും കീടബാധയും ജലദൗർലഭ്യവുമൊക്കെ കർഷകരെ ദുരിതത്തിലാക്കുന്നത്. എന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷക മക്കൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണെന്നാണ് UDFന്റെ ആക്ഷേപം. KPCC പ്രസിഡന്റ് K സുധാകരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. കരുവഞ്ചാൽ പാലത്തിന് സമീപത്ത് വെച്ച് ദേശീയ സംസ്ഥാന നേതാക്കളെ സ്വീകരിച്ച് സമ്മേളന വേദിയിലേക്ക് ആനയിക്കും. തുടർന്ന് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 27-ന് 3 മണിക്ക് ഇരട്ടി കീഴ്പള്ളിയിലെയും 5 മണിക്ക് കൊട്ടിയൂരിലെയും സ്വീകരണത്തിന് ശേഷം യാത്ര വയനാട്ടിലേക്ക് കടക്കും. റിപ്പബ്ലിക് ദിനമായതിനാൽ നാളെ യാത്ര ഉണ്ടായിരിക്കുന്നതല്ല. ശ്രീനി ആലക്കോട്, News 18 കണ്ണൂർ.